എന്താ വേലാൻകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോ ട്യൂഷനൊന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഉണ്ടായി? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല, അത്ര തന്നെ. പലതും പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നീ എന്റേത് മാത്രമാണെന്നുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരുന്നു. ഹലോ, കളക്ടർ അകത്തുണ്ടോ? കളക്ടർ അകത്തുണ്ടോന്ന് അറിയില്ല. അറിയില്ലേ? ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, താറാവുകാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, നാട്ടുകാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. ഇനി ഞാനൊരു ജോത്സ്യനെ വിളിച്ചിരുത്തി കവടി നിർത്തി തനിക്ക് പറഞ്ഞുതരാടോ, പോണവർക്ക്. അല്ല, ഈയിടെയായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ചേട്ടാ. അതാ. വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ, ഒന്നും പറയണ്ട. ചേട്ടൻ ചെല്ല്, മനുഷ്യൻ ശരിയല്ലേ? എനിക്ക് തീർന്നില്ലടാ. പക്ഷെ എനിക്ക് തീർന്നുണ്ട്. ചേട്ടൻ പോ, 9:30 ബസ്സു. അവരൊക്കെ നിന്നെ ഒന്ന് കാണാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നറിയാമോ? ചുമ്മാ. സത്യം സത്യം മാത്രമല്ല സാറേ, പല IT കമ്പനികളിൽ ഇനി വെള്ളം കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. മണ്ണി പണിയെടുത്തെങ്കിലും നമുക്കൊക്കെ ഇനി മാമണ്ണാൻ പറ്റൂ. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പുറം യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ ചെല്ല്. അതൊക്കെ ഓർത്ത് ഞാൻ പശ്ചാത്തലിക്ക് ദിവസങ്ങളില്ല ഡേസി, പശ്ചാത്തലിക്കാത്ത ദിവസങ്ങളില്ല. കണ്ണിൽ കരട് പോയില്ലേ? ഇത്തിരി അങ്ങോട്ട് മാറിയുന്നു. ലോറിക്കാര് മണലടിക്കുന്നുണ്ട്, അതാ ഒടുക്കത്തെ കാറ്റാ. സത്യം പറഞ്ഞ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ, ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ. രജിസ്റ്റർ മാരി ചെയ്യാൻ. എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. എനിക്ക് ജോലി ഒരുപാട് ബാക്കി കിടക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതി പ്യൂണിനെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ വായിച്ചോളാം. ഹലോ, അതെ, അടുത്ത ശനിയാഴ്ച ഹർത്താലാണോ? പോയി നിന്റെ അമ്മായിപ്പനോട് ചോദിക്കടാ.